guys, welcome back to Peak Time Learners. This is Priya and today we'll be discussing about doubly linked list. Already linked list and circular linked list ന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ആൻഡ് ആദ്യമേ വാട്ട് ഈസ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിൽ പെർഫോം ചെയ്യുന്ന ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ച് ആൻഡ് ഡിസ്പ്ലേ ഓപ്പറേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ഇതുവരെ നോക്കിയത് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ട്രാവേഴ്സൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിൾ, നമുക്ക് ഫോർവേഡ് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്ക്വേർഡ് മൂവിങ് പോസിബിൾ അല്ല. പക്ഷേ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് രണ്ട് ഡയറക്ഷനിലും ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു നോഡിൽ 3 പാർട്ടാണ് ഉള്ളത്. അതിൽ ഒരു പാർട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാനും പിന്നെ ഫസ്റ്റ് ഉള്ള പാർട്ട് നമ്മൾ പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുക്കാം. പിന്നെ ഉള്ളത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് കാണും. അപ്പോൾ ഇതാണ് ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള 3 പാർട്സ്. ഒരു പാർട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ ഒരു പാർട്ട് ആ നോഡിൻ്റെ ഫ്രണ്ട് നോഡ് ഏതാണോ അതിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടും പിന്നെ ആ നോഡിൻ്റെ നെക്സ്റ്റ് നോഡ് ഏതാണോ അതിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോഡും കൂടി നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഡേറ്റ പാർട്ട്, പ്രീവിയസ് പാർട്ട്, നെക്സ്റ്റ് പാർട്ട്, ഇങ്ങനെ 3 പാർട്ടാണ് ഇതിലുള്ളത്. ഇനി ഇതിൽ നമ്മൾ 2 പോയിൻറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ബിക്കോസ് ഇതിൽ 2 ഡയറക്ഷനിലും നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. 2 ഡയറക്ഷനിലും ട്രാവേഴ്സൽ പോസിബിൾ ആണ്. സോ നമ്മൾ 2 പോയിൻറ്റേഴ്സാണ് കീപ്പ് ചെയ്യുന്നത്. ഏറ്റവും ഫസ്റ്റ് നോഡ് ഏതാണോ അതിന് നമ്മൾ ഹെഡ് പോയിൻ്റർ വെച്ചിട്ട് പോയിൻ്റ് ചെയ്യും. ലാസ്റ്റ് പോയിൻ്റർ ഏതാണോ അതിന് നമ്മൾ ടെയിൽ പോയിൻ്റർ വെച്ചിട്ട് പോയിൻ്റ് ചെയ്യും. ഇതിൽ 2 ഡയറക്ഷനിലും ട്രാവേഴ്സൽ പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ ഫസ്റ്റിലുള്ളത് എലമെൻറ്റ് 5 ആണ്, അത് 100 ലൊക്കേഷനിലുണ്ട്. സെക്കൻഡ് എലമെൻറ്റ് 6 ആണ്, അത് 200 ലൊക്കേഷനിലുണ്ട്. ആൻഡ് തേർഡ് എലമെൻറ്റ് 7 ആണ്, അത് 300 ലൊക്കേഷനിലാണ് ഉള്ളത്. ഇത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രീവിയസ് പാർട്ട് നള്ളാണ്. ബിക്കോസ് ഇതിന് മുന്നേ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രീവിയസ് പാർട്ട് നള്ളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് ഉണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ 200 ആണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇത് 200 അഡ്രസ്സിലുള്ള എലമെൻ്റ് ആയിരിക്കും. ഇതാണ് 200 അഡ്രസ്സിലുള്ള നോഡ്. അതിൽ പ്രീവിയസ് പാർട്ടിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ട്. നെക്സ്റ്റ് നോഡ് 300th പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതായിരിക്കും നെക്സ്റ്റ് നോഡ്. ഇതാണ് 300 പൊസിഷനിലുള്ള നോഡ്. ഇതിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ഇതിൻ്റെ ഈ 200ൻ്റെ ലൊക്കേഷൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് നല്ലാണ്. നെക്സ്റ്റ് പാർട്ട് നൽ മീനിങ് ഇത് കഴിഞ്ഞിട്ട് നോഡൊന്നുമില്ല. ഇപ്പോൾ ഹെഡിൻ്റെ ഏത് നോഡിൻ്റെ പ്രീവിയസ് പാർട്ട് നല്ലാണോ അതിൻ്റെ ബിഫോർ നോഡ്സ് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. ഇനി ഇതിൽ ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ നമ്മൾ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിൽ കണ്ടതുപോലെ തന്നെ 6 കേസസ് ആണുള്ളത്. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് എൻഡ്, ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ, പിന്നെ ഡിലീഷൻ അറ്റ് ബിഗിനിങ്, ഡിലീഷൻ അറ്റ് എൻഡ് ആൻഡ് ഡിലീഷൻ അറ്റ് എനി പൊസിഷൻ. അതുകൂടാതെ ഡിസ്പ്ലേ ആൻഡ് സെർച്ച് ഫംഗ്ഷനും ഉണ്ട്. നോഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അതൊക്കെ ലാസ്റ്റ് വീഡിയോസിൽ തന്നെ ഉണ്ട്. അതിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഒരു നോഡിൽ 2 പാർട്ടാണുള്ളത്. അപ്പോൾ സ്ട്രക്ചർ നോഡിൽ നമ്മളൊരു ഡേറ്റ പാർട്ട് ഡിക്ലെയർ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു പോയിൻ്ററാണ് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ഇവിടെ 3 പാർട്സാണ് ഉള്ളത്. അപ്പോൾ സ്ട്രക്ചർ നോഡിൻ്റെ അകത്ത് നമുക്ക് 3 പാർട്സ് ഡിക്ലെയർ ചെയ്യണം. ആദ്യം ഒരു ഡേറ്റ പാർട്ട് വേണം. അത് ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ ടൈപ്പ് കൊടുത്തിട്ട് ഡേറ്റ ഡിക്ലെയർ ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് പോയിൻ്ററാണ്. 2 പോയിൻ്ററാണ് ആവശ്യമുള്ളത്. ഒന്ന് പ്രീവിയസ് നോഡിനെ പോയിൻ്റ് ചെയ്യാനും പിന്നെ ഉള്ളത് നെക്സ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാനുമാണ്. അപ്പോൾ പ്രീവിയസ് നോഡിനെ പോയിൻ്റ് ചെയ്യാനുള്ളത് ഞാൻ പ്രീവ് അങ്ങനെയാണ് പേരെടുക്കുന്നത്. ഇപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ പ്രീവ്. പിന്നെ നെക്സ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യാനുള്ള പോയിൻ്ററിൻ്റെ പേര് നെക്സ്റ്റ് ആണ്. അപ്പോൾ പ്രീവിയസ് നെക്സ്റ്റ് ഇങ്ങനെ 2 പോയിൻ്ററും കൂടി ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ 3 പാർട്സാണ് ഉള്ളത്. ഡേറ്റ പാർട്ട്, പ്രീവിയസ് പാർട്ട് ആൻഡ് നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ ഓരോ ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോഴും പുതിയൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ ന്യൂ നോഡിൻ്റെ ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യണം. സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പുതിയ നോഡ് നമുക്ക് ക്രിയേറ്റ് ആവും. ഒരു പുതിയ പോയിൻ്റർ നമുക്ക് ക്രിയേറ്റ് ആവും. ഇത് ജസ്റ്റ് ഒരു പോയിൻ്ററാണ്. ഈ പോയിൻ്ററിനെ ഈ 3 പാർട്സ് ഉള്ള ഈ ഒരു ഫോർമാറ്റിലോട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ നോഡ് ഈക്വൽ ടു ഇത് ടൈപ്പ് കാസ്റ്റ് ചെയ്യാനുള്ള ഒരിതാണ്. ന്യൂ നോഡ് ഈക്വൽ ടു നമ്മൾ ഈ സ്ട്രക്റ്റ് നോഡ് ഈ സ്ട്രക്ചർ ഫോർമാറ്റിലാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ എന്ന് കൊടുക്കാം. ഇത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ന്യൂ നോഡിന് മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് എംഅലോക് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനൊരു സൈസും കൂടി പാസ് ചെയ്യുന്നുണ്ട്. സൈസ് ഓഫ്
സ്ട്രക്റ്റ് നോഡ്. അപ്പോൾ ഈ സ്ട്രക്റ്റ് നോഡിന് എത്ര സൈസ് ഉണ്ടോ ആ ഒരു സൈസ് ഈ ന്യൂ നോഡിന് അലോക്കേറ്റ് ആയി കിട്ടും. അപ്പോൾ ഒരു ന്യൂ നോഡിൻ്റെ പോയിൻ്റർ ആദ്യം ക്രിയേറ്റ് ചെയ്തു, അതിന് നമ്മൾ ഈ നോഡിൻ്റെ ആ ഒരു ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് അതിനാവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് കേസാണ് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്. നമ്മളെപ്പോഴും ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 കേസസാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് കേസാണ് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡും ടെയിലും നല്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് നല്ലായിരിക്കും. ഹെഡ് നല്ലാണെങ്കിൽ ലിസ്റ്റ് എം ടി ആണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ്, നമ്മൾ ഓരോ ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യും. ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ എന്തെങ്കിലും ഡേറ്റാസ് വയ്ക്കും. ആൻഡ് ഓൾസോ അതിൻ്റെ പ്രീവിയസ് പാർട്ട് നല്ലാക്കണം, നെക്സ്റ്റ് പാർട്ട് നല്ലാക്കണം. അപ്പോൾ ന്യൂ നോഡ് ഡേറ്റ പാർട്ട് ഇത് പോയിൻ്റർ അല്ലേ, അപ്പോൾ നമുക്ക് ഈക്വൽ ടു ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഈ നോഡിൽ 3 പാർട്സാണ് ഉള്ളത്. അപ്പോൾ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്യണം. എക്സ് ആയിട്ട് എടുക്കാം. യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു വാല്യൂ ആണ് വെക്കേണ്ടത്. ആൻഡ് ന്യൂ നോഡിൻ്റെ പ്രീവിയസ് പാർട്ട് നല്ലാക്കണം. ന്യൂ നോഡ് ആരോ മാർക്കാണ് യൂസ് ചെയ്യേണ്ടത്. ന്യൂ നോഡിൻ്റെ ഏത് പാർട്ട് എന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ആരോ മാർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ നോഡ് ഡേറ്റ പാർട്ട് ഈക്വൽ ടു എക്സ്, പിന്നെ ന്യൂ നോഡ് പ്രീവിയസ് പാർട്ട് ഈക്വൽ ടു നൾ, ആൻഡ് ഓൾസോ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ ആദ്യമേ നല്ലാക്കി വെക്കണം. ന്യൂ നോഡ് നെക്സ്റ്റ് പാർട്ട് ഈക്വൽ ടു നൾ. ഇങ്ങനെ ഒരു ന്യൂ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഫോർ എക്സാമ്പിൾ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ 3 ആണെന്ന് വയ്ക്കാം. ഡേറ്റ പാർട്ടിൽ 3 ആക്കി, പ്രീവിയസ് പാർട്ട് നല്ലാക്കി, നെക്സ്റ്റ് പാർട്ടും നല്ലാക്കി. ഇങ്ങനെ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ ഫോർ എക്സാമ്പിൾ 100 ആയിട്ട് വയ്ക്കാം. ഇപ്പോൾ ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഈ ഹെഡ് നല്ലായിരിക്കും. ഹെഡ് നല്ലാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, അത് എം ടി എന്നാണ് മീനിങ്. ആ ഒരു കേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ് ഏതാണോ അതിനെ എടുത്ത് ഹെഡായിട്ടും ടെയിലായിട്ടും മാറ്റിയാൽ മതി. ദാറ്റ് ഈസ് ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പോൾ ഇപ്പോൾ ഹെഡ് ടെയിൽ രണ്ടും പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു ന്യൂ നോഡിനെയാണ്. ഹെഡ് ആൻഡ് ടെയിൽ രണ്ടും ഈ ന്യൂ നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് രണ്ടിലും സ്റ്റോർ ആയിട്ടുള്ള അഡ്രസ് വാല്യൂ ഈ 100 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ലിസ്റ്റ് എം ടി ആണെങ്കിൽ. ഇനി ലിസ്റ്റ് എം ടി അല്ലാത്ത കേസിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ലിസ്റ്റ് എം ടി ആവാത്ത കേസിൽ അതിൽ മോർ ദാൻ 1 എലമെൻറ്റ്സ് കാണും, 1 or more എലമെൻറ്റ്സ് കാണും. അപ്പോൾ അതിലെങ്ങനെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ന്യൂ നോഡ് ഓൾറെഡി ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഡേറ്റ പാർട്ടിൽ വാല്യൂ സ്റ്റോർ ചെയ്തു, പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി, അതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഒരു ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യണം. ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ 2 കണക്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഒരു കണക്ഷൻ ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഇങ്ങോട്ടും, ഇങ്ങനെ 2 കണക്ഷനും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിനെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഹെഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഹെഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇപ്പോൾ ഇതാണ് ഹെഡ് എന്ന് വെച്ചു, ഇതാണ് ഹെഡ്, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡ്. അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഹെഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഹെഡിൻ്റെ അഡ്രസ്സ് 100 ആണെങ്കിൽ നെക്സ്റ്റ് പാർട്ടിൽ 100 കൊടുക്കണം. അപ്പോൾ ഒരു ഡയറക്ഷനിൽ നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി രണ്ടാമത്തെ കണക്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ നിന്ന് ഈ സൈഡിലോട്ടുള്ള കണക്ഷൻ. ലൈക്ക് ഹെഡിൻ്റെ പ്രീവിയസ് പാർട്ട് ഇപ്പോൾ കറൻ്റ്ലി നള്ളാണ്. ആ നൾ മാറ്റിയിട്ട് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഹെഡ് ആക്കണം. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതാണ് ഹെഡിൻ്റെ പ്രീവിയസ് പാർട്ട് ന്യൂ നോഡ് ആക്കണം. ഹെഡ് പ്രീവിയസ് ഈക്വൽ ടു ന്യൂ നോഡ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 2 ഡയറക്ഷനിലും ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ബട്ട് ഇത്ര ചെയ്താൽ പോരാ, ബിക്കോസ് നമുക്കറിയാം ഈ ലിസ്റ്റിൽ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഏത് എലമെൻ്റാണോ ഉള്ളത് അതിനെയാണ് ഈ ഹെഡ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഈ ഹെഡിനെ എടുത്ത് ന്യൂ നോഡിലോട്ട് മാറ്റിയാൽ മതി, നമുക്ക് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ആവും. അപ്പോൾ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ്, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ മാത്രം ചെയ്താൽ മതി, നമുക്ക് ബിഗിനിങ്ങിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ചെയ്യുമ്പോൾ ആദ്യം ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് നല്ലതായിരിക്കും. ആ ഒരു കേസിൽ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ് കൊടുത്താൽ മതി. ആൻഡ് അല്ല, ഇതിൽ 1 or more എലമെൻറ്റ്സ് ഉള്ള കേസിൽ ആദ്യം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഹെഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. അത് കഴിഞ്ഞിട്ട് ഹെഡിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഹെഡ് പ്രീവിയസ് ഈക്വൽ ടു ന്യൂ നോഡ്. ദെൻ നമുക്കറിയാം ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് ഏതാണോ അതിനെയാണ് ഹെഡ് പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹെഡിനെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത നോഡ് ഏതാണോ അതിനും കൊടുക്കണം. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്ത നോഡ് ന്യൂ നോഡാണ്. അപ്പോൾ ഹെഡ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി. ഇതാണ് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്.
ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ന്യൂ നോഡിൻ്റെ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഈ നോഡ് സ്ട്രക്ചറിലോട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനാവശ്യമുള്ള മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. then അത് കഴിഞ്ഞിട്ട് ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്തു. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി ആൻഡ് ഓൾസോ ന്യൂ നോഡിൻ്റെ പ്രീവിയസ് പാർട്ടും നല്ലാക്കി വെച്ചു. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു നോഡ് കിട്ടി. ഇപ്പോൾ ഇതിൽ ഫോർ എക്സാമ്പിൾ 2 ആണ് യൂസർ എൻ്റർ ചെയ്ത ഡേറ്റ ആൻഡ് പ്രീവിയസ് പാർട്ട് നല്ലാക്കി നെക്സ്റ്റ് പാർട്ട് നല്ലാക്കി. ഇതിൻ്റെ അഡ്രസ്സ് 500 ആണ്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു നോഡുണ്ട്. അതിൽ ഡേറ്റ പ്രീവിയസ് പാർട്ട് നെക്സ്റ്റ് പാർട്ട് എല്ലാം നമ്മൾ സെറ്റാക്കി. ഇനി ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് നള്ളായിരിക്കും. ലിസ്റ്റ് എം ടി ആവുന്ന കണ്ടീഷനാണ് ഹെഡ് ഈക്വൽ ടു നൾ. ഈ ഒരു കേസ് ട്രൂ ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുക്കണം. ഇനി അല്ലാത്ത കേസിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അല്ലാത്ത കേസിൽ നമുക്ക് വൺ ഓർ മോർ എലമെൻറ്റ്സ് കാണും. അതിൽ ഫസ്റ്റ് പാർട്ട് ഹെഡാണ്, ലാസ്റ്റ് പാർട്ട് ടെയിലാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ന്യൂ നോഡിനെ ഇത് ഇൻസേർഷൻ അറ്റ് എൻഡിലാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രം ദ ടെയിൽ നോഡ് ഒരു കണക്ഷൻ പോകണം ന്യൂ നോഡിന്, ആൻഡ് ഫ്രം ന്യൂ നോഡ് ടെയിലിന് ഒരു കണക്ഷൻ തിരിച്ച് കിട്ടണം. എന്നാലേ നമുക്ക് ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിൽ ഇൻസേർട്ട് ആവത്തുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഈ ന്യൂ നോഡിൻ്റെ പ്രീവിയസ് പാർട്ടിലെ അതിൽ ടെയിലിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആവും. ന്യൂ നോഡിൻ്റെ പ്രീവിയസ് പാർട്ടിൽ നമ്മൾ ടെയിലിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി വേറെ സൈഡിലോട്ട് കണക്ഷൻ കൊടുക്കണം. ഫ്രം ടെയിൽ ന്യൂ നോഡിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ടെയിലിൻ്റെ നെക്സ്റ്റ് നോഡായിട്ടാണ് ന്യൂ നോഡ് വരുന്നത്. അപ്പോൾ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിലും കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇത് ടെയിലിലിപ്പോൾ ഇൻസേർട്ടായി. ബട്ട് ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡ് ഏതാണോ അതിനെയാണ് ഈ ടെയിൽ പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എൻഡിൽ ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത ന്യൂ നോഡാണ് ലാസ്റ്റ് നോഡ്. അപ്പോൾ അതിനെ ടെയിലാക്കണം. അപ്പോൾ ടെയിലിനെ എടുത്ത് ന്യൂ നോഡിലോട്ട് കൊടുത്താൽ മതി. ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ കറൻ്റ്ലി ന്യൂ നോഡ് ഏതാണോ അതിലോട്ട് ടെയിൽ പോകും. ഇപ്പോൾ ഇതാണ് ന്യൂ നോഡ്. അപ്പോൾ ഇതിലോട്ട് ടെയിൽ പോയിൻ്റ് ചെയ്യും. ടെയിൽ ഇവിടെ നിന്ന് മാറും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസേർഷൻ അറ്റ് എൻഡ് ചെയ്യേണ്ടത്. ഇനിയുള്ളതാണ് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ചെയ്യുമ്പോഴും നമ്മൾ ന്യൂ നോഡിൻ്റെ ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ ഈ ഒരു നോഡ് സ്ട്രക്ചറിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഡേറ്റ സ്റ്റോർ ചെയ്യണം. നെക്സ്റ്റ് പാർട്ട് നള്ളാക്കണം, പ്രീവിയസ് പാർട്ട് നള്ളാക്കണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കേസിൽ ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ നമ്മൾ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുക്കാം. ലിസ്റ്റ് എം ടി അല്ലാത്ത കേസിൽ യൂസർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ 1 ആണെങ്കിൽ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ആ ഒരു ഫംഗ്ഷൻ നമുക്ക് വിളിക്കാം. ഇനി ഇത് രണ്ടും അല്ലാത്ത കേസിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷനാണ്. ഇൻസേർഷൻ അറ്റ് എനി പൊസിഷനിൽ നമുക്ക് യൂസർ എൻ്റർ ചെയ്യുന്ന ഒരു പൊസിഷൻ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂസർ 3 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് 1 2 3 ഈ ഒരു പൊസിഷനിലാണ് ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ നോഡിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ആൻഡ് ലാസ്റ്റ് ഈ നോഡിൻ്റെ ബിഫോർ ആയിട്ടാണ് ആ ഒരു നോഡിനെ എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവേഴ്സ് ചെയ്യണം. ഫ്രം ബിഗിനിങ് ആണ് അവർ 3 പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ഈ യൂസർ പറഞ്ഞ പൊസിഷൻ ഏതാണോ -1 പൊസിഷൻ വരെ വരണം. അപ്പോൾ ഇതിനെ നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ട്രാവേഴ്സലിന് വേറെ ഒരു പോയിൻറ്റും കൂടി യൂസ് ചെയ്യും. ബിക്കോസ് ഹെഡിനെയും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ടെയിലിനെയും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു പോയിൻറ്റും കൂടി എടുക്കും. സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടെമ്പ് ഇങ്ങനെ വേറൊരു പോയിൻറ്റും കൂടി ഇതിലെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ഹെഡ് എവിടെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അതിലോട്ട് ഈ ടെമ്പ് പോയിൻ്റ് ചെയ്യും. എന്നിട്ട് എനിക്ക് ഈ ഒരു ലൊക്കേഷൻ വരെയാണ് ട്രാവേഴ്സായി വരേണ്ടത്. യൂസർ ഏത് പൊസിഷനാണോ പറയുന്നത് അത് -1 വരെ എനിക്ക് വരണം. അപ്പോൾ ആദ്യമേ ഐ വാല്യൂ 1 ആയിട്ട് വയ്ക്കാം. വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ -1 വരുന്നത് വരെ എനിക്ക് ട്രാവേഴ്സ് ചെയ്യണം. അങ്ങനെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ടെമ്പ് പോയിൻ്റർ ഒരു പൊസിഷൻ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്യുവാണ്. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. ഓക്കെ, ആദ്യം ഈ വൈൽ ലൂപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഐ വാല്യൂം കൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഐ വാല്യൂ 1 ആണ്. ഐ ലെസ് ദാൻ പൊസിഷൻ -1. പൊസിഷൻ -1 എന്ന് പറയുമ്പോൾ പൊസിഷൻ 3 ആണ്, പൊസിഷൻ -1 2 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ 2 വരെ എനിക്ക് ഈ കണ്ടീഷൻ ട്രൂ ആണ്. ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവണം. ആദ്യം ഐ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ
ട്രൂ, കണ്ടീഷൻ ട്രൂ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൻ്റെ അകത്ത് പോകും. ലൂപ്പിൻ്റെ അകത്ത് ടെംപ് പോയിൻ്റർ നമ്മൾ ഒന്ന് മൂവ് ചെയ്തിരിക്കുകയാണ്. ടെംപ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ്. ഇപ്പോൾ ടെംപ് ഉള്ളത് 100ലാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 200ൻ്റെ അഡ്രസ്സാണ് ഉള്ളത്. അപ്പോൾ ഈ ടെംപ് 200ലോട്ട് പോകും. 200 ഇതാണ്. അപ്പോൾ ടെംപ് ഇവിടെ വരും. എന്നിട്ട് ഐ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ വാല്യൂ 1 ആയിരുന്നു, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ 2 ആയി. നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദൻ 2 കണ്ടീഷൻ ഫോൾസ് ആണ്. സോ ഈ ലൂപ്പിൻ്റെ അകത്ത് പോകത്തില്ല, ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ ഒരു പൊസിഷനിലാണ്. നമ്മൾ ഈ പൊസിഷൻ വരെ ട്രാവേഴ്സ് ചെയ്ത് വന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ഒരു ന്യൂ നോഡ് നമ്മൾ സ്റ്റാർട്ടിങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ 5 ആണുള്ളത്. അഡ്രസ് 500, പ്രീവിയസ് പാർട്ട് നൾ, നെക്സ്റ്റ് പാർട്ട് നൾ, ഇങ്ങനെ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ന്യൂ നോഡിനെയാണ് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ന്യൂ നോഡ് 5 നൾ നൾ 500. ഓക്കെ, ഈ നോഡിൻ്റെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഇതിലോട്ട് ഒരു കണക്ഷൻ വേണം. ദെൻ ഫ്രം ദിസ് ഇതിൻ്റെ ബാക്കിലോട്ട് ഒരു കണക്ഷൻ വേണം. അതേപോലെ ഈ ന്യൂ നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലോട്ട് ഒരു കണക്ഷൻ പോകണം. ആൻഡ് നെക്സ്റ്റ് നോഡിൽ നിന്ന് ബാക്ക് ന്യൂ നോഡ് ഒരു കണക്ഷനും കൂടി വേണം. ഇത്രയും കണക്ഷനാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ആദ്യം ഈ ന്യൂ നോഡിനും നമ്മൾ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ നെക്സ്റ്റ് നോഡിനും കണക്ഷൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ന്യൂ നോഡ് ഇവിടെ വരുമ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് നോഡായിട്ട് ഈ ഒരു നോഡേ വരത്തുള്ളൂ. അപ്പോൾ ഈ നോഡിൻ്റെ അഡ്രസ്സ് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ കൊടുക്കണം. ഇതിൻ്റെ അഡ്രസ്സ് ഉള്ളത് ടെമ്പിൻ്റെ നെക്സ്റ്റിലാണ്. അപ്പോൾ ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ടെമ്പിൻ്റെ നെക്സ്റ്റ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ബിക്കോസ് ടെമ്പിൻ്റെ നെക്സ്റ്റിലാണ് ഈ ഒരു നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ഇത് രണ്ടിനും നടുക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഈ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ള നോഡാണ് വരേണ്ടത്. അപ്പോൾ ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി ആ ഒരു കണക്ഷൻ നമുക്ക് തിരിച്ച് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കാം. ടെംപ് നെക്സ്റ്റ്, ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇത് ടെംപ് നെക്സ്റ്റ് പ്രീവിയസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ പ്രീവിയസ് പൊസിഷൻ. ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 300 ആണ്. 300 ഇതാണ്. ഇതിൻ്റെ പ്രീവിയസ് പൊസിഷനിൽ ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഏതാണോ, ടെമ്പിൻ്റെ നെക്സ്റ്റ് 300 ആണ്. 300ൻ്റെ പ്രീവിയസിൽ ഇതാണ് 300. 300ൻ്റെ പ്രീവിയസിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ 300ൻ്റെ പ്രീവിയസ് ഇപ്പോൾ കറൻ്റ്ലി 200 ആണ്. അത് മാറ്റിയിട്ട് നമ്മൾ 500 ആക്കി കൊടുക്കുന്നു. 500. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ നോഡിൽ നിന്ന് ഡബിൾ കണക്ഷൻ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ടെമ്പിനും ന്യൂ നോഡിനുമാണ്. അപ്പോൾ ടെം നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡിന് കൊടുക്കാം. ടെം നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആവും. ടെമ്പിൻ്റെ നെക്സ്റ്റിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇത് കറൻ്റ്ലി 300 ആണ്. അത് മാറ്റിയിട്ട് നമ്മൾ 500 ആക്കുന്നു. അപ്പോൾ ഒരു ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമുക്ക് കണക്ഷൻ വേണം. അതിന് ന്യൂ നോഡ് പ്രീവിയസ് ഈക്വൽ ടു ടെമ്പ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ന്യൂ നോഡിൻ്റെ പ്രീവിയസ് പൊസിഷനിൽ ഇപ്പോൾ നല്ലല്ലേ, അത് മാറിയിട്ട് ടെമ്പിൻ്റെ അഡ്രസ്സ് വരും. ടെമ്പ് 200 ആണ്. അപ്പോൾ ഇവിടെ 200 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷനും കൂടി ക്രിയേറ്റ് ആവും. ഇത് 300. ഇപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിലും കണക്ഷൻ ക്രിയേറ്റ് ആയി. ഈ ഒരു നോഡ് ഇതിൽ ഇൻസേർട്ടായി. ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. അപ്പോൾ ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ചെയ്യുമ്പോൾ ആദ്യം ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നള്ളായിരിക്കും. പിന്നെ യൂസർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 1 ആണെങ്കിൽ നമ്മൾ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ഈ ഒരു ഫംഗ്ഷനെ വിളിക്കാം. ഇനി അല്ലാത്ത കേസിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ് പോയിൻറ്റും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ ടെംപ് ഈക്വൽ ടു ഹെഡ് എന്ന് ആക്കണം. ആൻഡ് യൂസർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ ഏതാണോ അത് -1 വരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകണം. വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ -1 ഐ വാല്യൂ ആദ്യമേ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ടെമ്പിനെ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ്. ദെൻ ഐ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇനി വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ന്യൂ നോഡിനും ടെമ്പിൻ്റെ നെക്സ്റ്റിന് ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇനി ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഏതാണോ അതിൻ്റെ പ്രീവിയസിൻ്റെ അഡ്രസ്സിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ടെംപ് നെക്സ്റ്റ് പ്രീവിയസ് ഈക്വൽ ടു ന്യൂ നോഡ്. അപ്പോൾ ഡബിൾ ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇനി ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ന്യൂ നോഡായിട്ട് കൊടുക്കണം. ന്യൂ നോഡിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ടെമ്പ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇൻസേർട്ടായി കിട്ടും. അത്രയേ ഉള്ളൂ ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. ഇനി ഡെലീഷനും ഇതേപോലെ 3 കേസസ് ആണുള്ളത്. ഡെലീഷൻ ഫ്രം ബിഗിനിങ്, ഡെലീഷൻ അറ്റ് എൻഡ് ആൻഡ് ഡെലീഷൻ അറ്റ് എനി പൊസിഷൻ.
നമ്മൾ ഡിലീഷൻ ചെയ്യുമ്പോൾ 3 കേസസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് നള്ളായിരിക്കും. ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, ലിസ്റ്റ് എം ടി ആണ്, കനോട്ട് ഡിലീറ്റ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് എം ടി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഇനി അല്ലാത്ത കേസിൽ നമുക്ക് വേറൊരു കണ്ടീഷനും കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ആ ഒരു ലിസ്റ്റിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ എന്ന് നോക്കണം. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഹെഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളായിരിക്കും. ഹെഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാണെങ്കിൽ അത് ഒരു എലമെൻറ്റാണ് ഉള്ളത്. അപ്പോൾ ഹെഡിനെ നമ്മൾ ടെമ്പിലാക്കണം, ടെമ്പിനെ ഹെഡാക്കുന്നു, എന്നിട്ട് ടെമ്പും ടെയിലും നള്ളാക്കിയാൽ മതി. ദെൻ ടെമ്പിനെ നമ്മൾ ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്നു, ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്തിട്ട്. ഇത്രയേ ഉള്ളൂ ഒരു എലമെൻറ്റ് ഉള്ളപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഒരു എലമെൻറ്റ് ഉള്ളപ്പോൾ ഇഫ് ഹെഡ് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ടെമ്പിനെ ഹെഡാക്കണം, പിന്നെ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു നൾ, ദെൻ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. ഇനി അല്ലാത്ത കേസിൽ മോർ ദാൻ 1 എലമെൻ്റ് ഉള്ള കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഹെഡ് ഇതാണ് ടെയിൽ, ഇതിൽ 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഡെലീഷൻ ഫ്രം ബിഗിനിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഈ നോഡ് ഡിലീറ്റ് ചെയ്യണം. ഈ നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് നോഡിൻ്റെ പ്രീവിയസ് പാർട്ട് നള്ളാക്കണം ഫസ്റ്റ്, പിന്നെ ഹെഡ് എടുത്ത് സെക്കൻഡ് നോഡിലോട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബിഗിനിങ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ടെമ്പിനെ ഹെഡാക്കാം. ടെമ്പ് പോയിൻ്ററും കൂടി യൂസ് ചെയ്യാം. ഡിലീഷൻ എല്ലാ കേസസിലും ടെമ്പ് പോയിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് കൊടുക്കുമ്പോൾ ടെമ്പ് ഹെഡ് രണ്ടും ഈ ഒരു നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഹെഡിനെ ഒന്ന് മൂവ് ചെയ്യാം. ഇവിടെയുള്ള ഹെഡിനെ എടുത്ത് ഈ ഒരു പൊസിഷനിലോട്ട് കൊടുക്കാം. ഹെഡ് ഈക്വൽ ടു ഹെഡ് നെക്സ്റ്റ്. നമ്മൾ ഹെഡ് നെക്സ്റ്റ് കൊടുക്കാനുള്ള കാരണം സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഈ ഫസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ് ഉള്ളത്. ഫസ്റ്റ് നോഡ് കറൻ്റ്ലി ഹെഡാണ്. അപ്പോൾ ഹെഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് കൊടുക്കുമ്പോൾ ഹെഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 200 ആണ് ഉള്ളത്. അപ്പോൾ 200ലോട്ട് ഹെഡ് പോവും. ഓക്കെ, ഇപ്പോൾ ഹെഡ് ഇതല്ല, ഹെഡ് ഇതായിട്ട് മാറി. ഈ ഒരു പൊസിഷൻ ടെമ്പാണ്, ഇത് ടെമ്പ്. ഫസ്റ്റ് നോഡ് ടെമ്പാണ്, സെക്കൻഡ് നോഡ് ഹെഡാക്കി. ടെമ്പ് ഈക്വൽ ടു ഹെഡ്, എന്നിട്ട് ഹെഡിനെ നമ്മൾ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്തു. ദെൻ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ കറൻ്റ്ലി ഹെഡ് ഏതാണോ അതിൻ്റെ പ്രീവിയസ് പാർട്ട് നള്ളാക്കണം. അപ്പോൾ ഹെഡിൻ്റെ പ്രീവിയസ് ഹെഡ് ആരോ മാർക്ക് പ്രീവിയസ് ഈക്വൽ ടു നൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് നള്ളായി, കണക്ഷൻ ബ്രേക്കായി. ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കാം. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കുമ്പോൾ ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. ഇത്രേ ഉള്ളൂ ഡിലീഷൻ ഫ്രം ബിഗിനിങ്. ആദ്യം ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നള്ളായിരിക്കും. അല്ലാത്ത കേസിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇഫ് ഹെഡ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ, ഒരു എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു നൾ, ദെൻ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഇനി അല്ലാത്ത കേസിൽ ടെമ്പ് പോയിൻ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ടെമ്പിനെ ഹെഡാക്കണം, എന്നിട്ട് ഹെഡിനെ എടുത്ത് ഹെഡിൻ്റെ നെക്സ്റ്റ് നോഡിലോട്ട് കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ഹെഡാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഹെഡ് ഈക്വൽ ടു ഹെഡ് നെക്സ്റ്റ്, അപ്പോൾ ഹെഡ് നെക്സ്റ്റ് നോഡിലോട്ട് പോകും. ദെൻ ഹെഡിൻ്റെ പ്രീവിയസ് നള്ളാക്കണം. അപ്പോൾ ഒരു സൈഡുള്ള കണക്ഷൻ ബ്രേക്ക് ആവും. എന്നിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് കേസാണ് ഡിലീഷൻ അറ്റ് എൻഡ്. ഡിലീഷൻ അറ്റ് എൻഡ് ചെയ്യുമ്പോഴും 3 കേസസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം ലിസ്റ്റ് എം ടി ആണോന്ന് നോക്കണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ഹെഡ് ഈക്വൽ ടു നള്ളായിരിക്കും. ആ ഒരു കേസിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലിസ്റ്റ് എം ടി എന്നൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ദെൻ സെക്കൻഡ് 1 എലമെൻ്റ് ഉള്ള കേസാണ്. 1 എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ഹെഡിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു നള്ളായിരിക്കും. ആ ഒരു കേസിൽ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കണം. ദെൻ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു നള്ളാക്കിയിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഈ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. ഇനി അല്ലാത്ത കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണം ഒന്ന് നോക്കാം. ഇത് ഡിലീഷൻ അറ്റ് എൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് നോഡ്, ഈ ടെയിൽ ഏതിനെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ടെമ്പ് പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ ടെമ്പ് ഈക്വൽ ടു ടെയിൽ എന്നാണ് കൊടുക്കുന്നത്. ബിക്കോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് ഈ ടെയിൽ നോഡാണ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെയിൽ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ടെമ്പും ടെയിലും രണ്ടും പോയിൻ്റ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് നോഡിനെയാണ്. ഇനി ഈ ടെയിൽ നോഡിനെ എടുത്ത് ഈ ഇതിലോട്ട് മാറ്റണം. ബിക്കോസ് ഈ ഒരു നോഡ് ഡിലീറ്റ് ചെയ്താൽ ഈ ലിസ്റ്റിലുള്ള ലാസ്റ്റ് നോഡ് ഇതാണ്. ലാസ്റ്റ് നോഡ് ഏതാണോ അതിനെയാണ് ടെയിൽ പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായി നമ്മൾ ടെയിൽ എടുത്ത് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ഉള്ളത് ടെയിലിൻ്റെ പ്രീവിയസ് പൊസിഷനിലാണ്. അപ്പോൾ ടെയിൽ ഈക്വൽ ടു ടെയിൽ പ്രീവിയസ്, ടെയിൽ ആരോ മാർക്ക് പ്രീവിയസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ടെയിൽ ഇവിടെ നിന്ന് മാറി ഇതിൻ്റെ പ്രീവിയസിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് അവിടത്തേക്ക് പോകും. ഇതിൻ്റെ പ്രീവിയസിൽ ഇപ്പോൾ 200 ആണുള്ളത്. അപ്പോൾ 200ലോട്ട് ടെയിൽ പോകും. ഇതാണ് 200. അപ്പോൾ ടെയിൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. ഇപ്പോൾ ഇതാണ് ടെയിൽ, ഇത് ടെമ്പാണ്. ഇനി നമ്മളുടെ ലാസ്റ്റ് നോഡ് ഏതാണോ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എപ്പോഴും നള്ളായിരിക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ 300 മാറ്റിയിട്ട് നല്ലാക്കണം. ഇതിൻ്റെ പേര് ടെയിലാണ്. അപ്പോൾ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ട് ആദ്യമേ നള്ളാക്കാം. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു നൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ 300 മാറിയിട്ട് ഇവിടെ
നല്ലാവും. ഓക്കെ, ഇനി ഇതിനെ ഡയറക്റ്റ് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കുമ്പോൾ അത് ഡിലീറ്റ് ആയി പോകും. ഇത്രയേ ഉള്ളൂ ഡിലീഷൻ അറ്റ് എൻഡ്. ഡിലീഷൻ അറ്റ് എൻഡ് ചെയ്യുമ്പോൾ ആദ്യം ലിസ്റ്റ് എം ടി ആവണമെന്ന് നോക്കണം. എന്നിട്ട് ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടിന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് കേസിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടോ എന്ന് നോക്കണം. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ഹെഡ് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളായിരിക്കും. ആ ഒരു കേസിൽ ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആക്കണം. ദെൻ ഹെഡ് ഈക്വൽ ടു ടെയിൽ ഈക്വൽ ടു നൾ, ദെൻ ഫ്രീ ഓഫ് ടെമ്പ്. നെക്സ്റ്റ് മോർ ദെൻ വൺ എലമെൻ്റ് ഉള്ള കേസിൽ ആദ്യം ടെമ്പ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുക്കണം. അപ്പോൾ ടെമ്പും ടെയിലും ഒരു നോട്ടിനെയാണ് പോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ടെയിലിനെ എടുത്ത് ടെയിലിൻ്റെ പ്രീവിയസിലോട്ട് കൊടുക്കണം. ടെയിൽ ഈക്വൽ ടു ടെയിൽ പ്രീവിയസ്. ദെൻ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കണം. ദെൻ ഈ ടെമ്പിനെ ഡിലീറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഡിലീഷൻ അറ്റ് എനി പൊസിഷനാണ്. ഇതിൽ യൂസർ ഏത് പൊസിഷനാണ് എൻ്റർ ചെയ്യുന്നത് ആ ഒരു പൊസിഷനിലുള്ള എലമെൻ്റാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസ് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടി എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ 1 ആണെങ്കിൽ ഡിലീറ്റ് ബിഗിനിങ് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യാം. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ആ ഒരു എലമെൻറ്റ് ആദ്യം പറഞ്ഞതുപോലെ ഡിലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആക്കണം. ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ ഹെഡ് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളായിരിക്കും. ആ ഒരു കേസിൽ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കണം. ദെൻ ടെയിൽ ഈക്വൽ ടു ഹെഡ് ഈക്വൽ ടു നൾ എന്ന് കൊടുത്തിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഈ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. ഇനി ഇതൊന്നും അല്ലാത്ത കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ 1 2 3 4 5 5 എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ യൂസർ ഡിലീറ്റ് ചെയ്യാൻ പറയുന്ന പൊസിഷൻ 3 ആണ്. അപ്പോൾ ഈ ഒരു നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. യൂസർ ഇപ്പോൾ തേർഡ് പൊസിഷനാണ് പറയുന്നതെങ്കിൽ തേർഡ് നോഡ് 1 2 3 ഈ ഒരു നോഡാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റർ വെച്ചിട്ട് ഇതുവരെ ട്രാവേഴ്സ് ചെയ്ത് വരണം. എന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പ് പോയിൻ്ററാണ് എടുക്കുന്നത്. ആദ്യമേ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് സെറ്റ് ആക്കാം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ഹെഡ് പോയിൻ്ററും ടെമ്പ് പോയിൻ്റർ രണ്ടും ഈ ഒരു ഫസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ട്രാവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഹെഡ് നോഡ് തൊട്ടാണ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് സെറ്റാക്കി. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നത്. വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ വരെ പോകണം. ഇപ്പോൾ പൊസിഷൻ 3 ആണെങ്കിൽ ആദ്യമേ ഐ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ ഇൻസേർഷനിൽ ഐ ലെസ് ദാൻ പൊസിഷൻ -1 വരെ പോയിട്ടുള്ളൂ. ബിക്കോസ് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ഞാൻ ഡിലീഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് നോഡാണോ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു നോഡിനെ എനിക്ക് ടെമ്പ് ആക്കണം. അതുകൊണ്ട് ഐ ലെസ് ദാൻ പൊസിഷൻ വരെ പോകുന്നു. അപ്പോൾ ആദ്യമേ ഐ വാല്യൂ 1 ആക്കി പൊസിഷൻ ഇൻപുട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എനിക്ക് ടെമ്പ് പോയിൻ്റർ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ആവണം. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് വൈൽ ലൂപ്പ്. ഇനി ഈ വൈൽ ലൂപ്പ് എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ആദ്യം ഐ വാല്യൂ 1 ആണ്. പിന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് i++ കൂടി കൊടുക്കണം. എന്നാലേ ഐ വാല്യൂ ഇൻക്രിമെൻ്റ് ആവത്തുള്ളൂ. ആദ്യം ഐ വാല്യൂ 1 ആണ്, പൊസിഷൻ 3 ആണ്. 1 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്ത് പോവും. ലൂപ്പിലുള്ളത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ആണ്. ടെമ്പ് ഏതാണോ അതിനെ എടുത്ത് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ള അഡ്രസ്സിലോട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ടെമ്പ് ഇതാണ്. ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ളത് 200 ആണ്. അപ്പോൾ ടെമ്പ് 200 അഡ്രസ്സിലോട്ട് പോകും. 200 ഈ ഒരു നോഡാണ്. അപ്പോൾ ടെമ്പ് ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. ഇത് മാറി, ഇവിടെ നിന്ന് മാറി 200 പൊസിഷനിലോട്ട് വന്നു. ഇനി ഐ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഐ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. പിന്നെയും ലൂപ്പിൻ്റെ അകത്ത് വരും ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ടെമ്പ് ഈക്വൽ ടു ഇപ്പോൾ ടെമ്പ് നെക്സ്റ്റ് ഉള്ളത് 300 ആണ്. അപ്പോൾ 300ലോട്ട് ടെമ്പ് മൂവ് ആവും. ഇതാണ് 300. അപ്പോൾ ടെമ്പ് 300ലോട്ട് വന്നു. ഇവിടെ നിന്ന് മാറി 300ലോട്ട് വന്നു. ഇനി ഐ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 ലെസ് ദാൻ 3 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് ഏതാണോ അവിടെ വരെ ടെമ്പിനെ കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഒരു നോഡിൽ നിന്ന് നെക്സ്റ്റ് പാർട്ടിൻ്റെ അഡ്രസ്സായിട്ട് ഈ ഒരു നോഡിനെ കൊടുക്കണം. പിന്നെ ഈ നോഡിൽ നിന്ന് ഫ്രണ്ട് നോഡിലോട്ട് ഒരു കണക്ഷൻ വരണം. ഇങ്ങനെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്താൽ ഈ ഒരു നോഡ് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ആദ്യം ഈ സൈഡുള്ള കണക്ഷൻ കൊടുക്കാം. ഈ സൈഡുള്ള ഈ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതാണ് ടെമ്പിൻ്റെ പ്രീവിയസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ പ്രീവിയസ് 200 ആണ്. 200 ഇതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇതിൻ്റെ അഡ്രസ്സ് ഉള്ളത് ടെമ്പിൻ്റെ നെക്സ്റ്റിലാണ്. ഈക്വൽ ടു ടെമ്പ്
നെക്സ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി സെക്കൻഡ് ഈ ഒരു ഡയറക്ഷനിൽ കൂടി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പ് നെക്സ്റ്റിൻ്റെ പ്രീവിയസ് പൊസിഷനിലോട്ട് ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ നെക്സ്റ്റിലോട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ടെമ്പിൻ്റെ പ്രീവിയസ് 200 ആണ്. അപ്പോൾ 200ൻ്റെ നെക്സ്റ്റിലോട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് 400 ആണ്. അപ്പോൾ ഇവിടെ 300 മാറിയിട്ട് 400 വരും. അപ്പോൾ ഒരു ഡയറക്ഷനിൽ കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി സെക്കൻഡ് ഡയറക്ഷനിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇതാണ്. ഇതിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ടെമ്പിൻ്റെ നെക്സ്റ്റ് 400 ആണ്. അപ്പോൾ ഇവിടെ വരും. ഇതിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ അഡ്രസ്സ് 200 ആണ്. അപ്പോൾ ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ പ്രീവിയസിൽ ഈ 300 മാറിയിട്ട് 200 വരും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലും കണക്ഷൻ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇതിന് കണക്ഷൻ ഇല്ല, ഇത് ഐസൊലേറ്റ് ആയി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി, ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിലീഷൻ അറ്റ് എനി പൊസിഷൻ. ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് വന്നിട്ട് ആ നോഡിൻ്റെ പ്രീവിയസ് നോഡിനും നെക്സ്റ്റ് നോഡിനും കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ആൻഡ് ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ പ്രീവിയസ് പാർട്ടിൽ ടെമ്പിൻ്റെ പ്രീവിയസിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ദെൻ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി, ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഇതിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യാം, ബാക്ക്വേർഡ് ഡയറക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യാം. ആദ്യം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെമ്പ് പോയിൻ്ററും കൂടി എടുക്കുന്നുണ്ട്. ഫോർവേഡ് ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കണം. ടെമ്പ് ഈക്വൽ ടു ഹെഡ് ആക്കി. അപ്പോൾ ടെമ്പ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് ഈ ഹെഡ് പോയിൻ്റ് ചെയ്യുന്ന സെയിം നോഡിനെയാണ്. ടെമ്പ് പോയിൻ്റ് ചെയ്യുന്നത് ഈ ഹെഡ് പോയിൻ്റ് ചെയ്യുന്ന സെയിം നോഡിനെയാണ്. ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. വൈൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ എനിക്ക് ഇത് ഡിസ്പ്ലേ ആവും. printf %d, temp data ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഡിസ്പ്ലേ ആവും. ഇത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ടെമ്പിൻ്റെ ഇത് നെക്സ്റ്റ് നോഡിലോട്ട് ടെമ്പ് പോയിൻ്ററിനെ മൂവ് ചെയ്യുവാണ്. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ഇത്രയേ ഉള്ളൂ ഡിസ്പ്ലേ ഫംഗ്ഷൻ. ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം ടെമ്പും ഹെഡും സെയിം നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പിനിപ്പോൾ ഒരു വാല്യൂ ഉണ്ട്, അത് നല്ലല്ല. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ അകത്ത് പോകും. printf %d, temp data. ടെമ്പിൽ ഏത് ഡേറ്റയാണോ ഉള്ളത് അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ടെമ്പിലുള്ള ഡേറ്റ 1 ആണ്. അപ്പോൾ 1 പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് നെക്സ്റ്റ് 200 ആണ്. അപ്പോൾ 200ലോട്ട് ടെമ്പ് പോകുന്നു. ഇപ്പോൾ ടെമ്പ് ഉള്ളത് ഇവിടെയാണ്. ടെമ്പിൽ ഒരു വാല്യൂ ഉണ്ട്, 200 ഉണ്ട്, അത് നല്ലല്ല, കണ്ടീഷൻ ട്രൂ. അപ്പോൾ വൈൽ കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിൻ്റെ അകത്ത് പോകുമ്പോൾ ടെമ്പ് ഡേറ്റ ആദ്യം പ്രിൻറ്റ് ചെയ്യണം. ടെമ്പ് ഡേറ്റ 2 ആണ്. എന്നിട്ട് ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് നെക്സ്റ്റ് 300 ആണ്. അപ്പോൾ 300ലോട്ട് ടെമ്പ് മൂവ് ചെയ്യും. ഇതാണ് 300. ദെൻ ടെമ്പിൽ ഇപ്പോൾ 300 വാല്യൂ ഉണ്ട്, അത് നല്ലല്ല, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. എഗെയിൻ ഇതിലുള്ള വാല്യൂ ആദ്യം പ്രിൻറ്റ് ചെയ്യും 3. എന്നിട്ട് ടെമ്പിനെ അടുത്ത പൊസിഷനിലോട്ട് മൂവ് ചെയ്യും. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് 400 ആണ്. അപ്പോൾ 400ലോട്ട് ടെമ്പ് പോകും. ഓക്കെ, 400ലോട്ട് പോകുമ്പോൾ 400 നോട്ട് ഈക്വൽ ടു നൾ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇതിലുള്ള ഡേറ്റ പ്രിൻറ്റ് ചെയ്യും. ഇതിലുള്ള ഡേറ്റ 4 ആണ്. 4 പ്രിൻ്റായി. 4 പ്രിൻ്റ് ആയതിനു ശേഷം ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് നെക്സ്റ്റ് നള്ളാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ടെമ്പിൻ്റെ വാല്യൂ നള്ളായി. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ടെമ്പ് നോട്ട് ഈക്വൽ ടു നള്ളാണോ, ഫോൾസ്. ഇപ്പോൾ ടെമ്പ് നള്ളാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, ലൂപ്പിൻ്റെ പുറത്ത് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട്. ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ പ്രിൻറ്റ് ചെയ്യാനുള്ളത്. ഇനി ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ഈ ഒരു കണ്ടീഷനൊക്കെ ട്രൂ ആണ്. ആദ്യം ടെമ്പ് ഈക്വൽ ടു ടെയിൽ ആക്കണം. റിവേഴ്സ് ഡയറക്ഷനിൽ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടെമ്പ് ഈക്വൽ ടു ടെയിൽ ആക്കണം. അപ്പോൾ ടെമ്പ് കറൻ്റ്ലി ഈ ഒരു പൊസിഷനിലാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഈ ലൂപ്പിൻ്റെ അകത്ത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് പ്രീവിയസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യം ടെമ്പ് ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. ടെമ്പിൻ്റെ വാല്യൂ നല്ലല്ല, 400 ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഡേറ്റ പ്രിൻ്റ് ചെയ്യും. ഇതിലുള്ള ഡേറ്റ 4 ആണ്. 4 പ്രിൻ്റായി. എന്നിട്ട് ടെമ്പിൻ്റെ പ്രീവിയസ് പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പിൻ്റെ പ്രീവിയസ് പൊസിഷൻ 300 ആണ്. അപ്പോൾ ടെമ്പ് ഇവിടെ നിന്ന് 300 പൊസിഷനിലോട്ട് വരും. ഇനി ഇപ്പോഴും ടെമ്പിൽ 300 ആണ് ഉള്ളത്, നല്ലല്ല, കണ്ടീഷൻ ട്രൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അതിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 പ്രിൻ്റ് ആവും. എന്നിട്ട് ടെമ്പിൻ്റെ പ്രീവിയസിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പിൻ്റെ പ്രീവിയസിൽ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ടെമ്പിൻ്റെ പ്രീവിയസ് 200 ആണ്. 200ലോട്ട് ടെമ്പ് പോകും. ഇപ്പോൾ കറൻ്റ്ലി ടെമ്പ് ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. ഇപ്പോൾ ടെമ്പിൽ 200 ഉണ്ട്, ടെമ്പ് നല്ലല്ല, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ദെൻ ഇതിലുള്ള ഡേറ്റ ആദ്യം പ്രിൻ്റ് ചെയ്യും. ഇതിലുള്ള ഡേറ്റ 2 ആണ്.
അപ്പോൾ 2 പ്രിൻ്റായി. ഇനി ടെമ്പിൻ്റെ പ്രീവിയസിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പിൻ്റെ പ്രീവിയസ് 100 ആണ്, 100ലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പ് ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. ഇനി ഇതിലും ടെമ്പിൽ 100 ഉണ്ട്, ടെമ്പ് നള്ളല്ല, കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഡേറ്റ 1 ആണ്, 1 പ്രിൻ്റായി. ഇനി നമ്മൾ ടെമ്പിൻ്റെ പ്രീവിയസിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പിൻ്റെ പ്രീവിയസ് നള്ളാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ടെമ്പ് വാല്യൂ നള്ളായി. ഇനി കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പോൾ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇങ്ങനെയാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് സെർച്ചിങ് ഫംഗ്ഷനാണ്. യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ, യൂസർ ഏത് ഡേറ്റ ആണോ എൻ്റർ ചെയ്യുന്നത് അത് ഞാൻ എസ്സിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമേ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആക്കി, പിന്നെ സി ഒരു വാല്യൂം കൂടി എടുത്തിട്ടുണ്ട്, അത് പൊസിഷൻ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ടെമ്പ് നള്ളാവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ആദ്യമേ ടെമ്പ് ഡേറ്റയും യൂസർ എൻ്റർ ചെയ്യുന്ന സെർച്ചിങ് എലമെൻറ്റ് മാച്ചിങ് ആണോ എന്ന് നോക്കും. ഇഫ് ടെമ്പ് ഡേറ്റ ഈക്വൽ ടു എസ്, നമ്മൾ ഫ്ലാഗിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. പിന്നെ എലമെൻറ്റ് ഫൗണ്ടഡ് %d, C എന്ന പൊസിഷനും കൂടി പ്രിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈഫ് കണ്ടീഷൻ്റെ പുറത്ത് വന്നിട്ട് സി വാല്യൂ ഒന്ന് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ടെമ്പിനെ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ദെൻ ഈ ലൂപ്പിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഫ്ലാഗ് 0 ആണെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ യൂസർ സെർച്ച് ചെയ്യുന്ന വാല്യൂ 3 ആണെന്ന് വയ്ക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കാം. ടെമ്പ് ഈക്വൽ ടു ഹെഡ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ഹെഡ് എന്ന് കൊടുക്കുമ്പോൾ ടെമ്പും ഹെഡും ഈ സെയിം പൊസിഷനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വൈൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ഇപ്പോൾ ടെമ്പ് ഈക്വൽ ടു 100 ആണ്, അത് നള്ളല്ല, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ലൂപ്പിൻ്റെ അകത്ത് വരും. അപ്പോൾ ആദ്യമേ ടെമ്പിലുള്ള ഡേറ്റയും യൂസർ എൻ്റർ ചെയ്ത ഡേറ്റയും മാച്ചിങ് ആണോ എന്ന് നോക്കും. ടെമ്പിലുള്ള ഡേറ്റ 1 ആണ്, യൂസർ എൻ്റർ ചെയ്യുന്നത് 3 ആണ്. 1 നോട്ട് ഈക്വൽ ടു 3, കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല, അതിൻ്റെ പുറത്ത് വരും. പുറത്ത് വന്നിട്ട് സി വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. ഇപ്പോൾ സി വാല്യൂ ഉള്ളത് 1 ആണ്, അത് ഇൻക്രിമെൻ്റ് ആയി സി വാല്യൂ 2 ആവും. എന്നിട്ട് ടെമ്പിനെ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് ഇതാണ്, നെക്സ്റ്റിൽ 200 ആണ് ഉള്ളത്. അപ്പോൾ 200ലോട്ട് ടെമ്പ് പോകും. ഇതാണ് 200. അപ്പോൾ ഇവിടെ ടെമ്പ് വന്നു. ഇപ്പോഴും ടെമ്പിൽ 200 ഉണ്ട്, അത് നള്ളല്ല. സോ ഈ വൈൽ കണ്ടീഷൻ ട്രൂ ആണ്, ഇതിൻ്റെ അകത്ത് പോവും. ഇനി ടെമ്പ് ഡേറ്റയും യൂസർ എൻ്റർ ചെയ്ത ഡേറ്റയും സെയിം ആണോ എന്ന് നോക്കും. 2 നോട്ട് ഈക്വൽ ടു 3, കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല. ദെൻ ഇതിൻ്റെ പുറത്ത് വന്നിട്ട് സി വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ സി വാല്യൂ ഇപ്പോൾ 3 ആയി. പിന്നെ ടെമ്പിനെ നെക്സ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ടെമ്പ് ഇതാണ്, നെക്സ്റ്റ് 300 ആണ്, 300ലോട്ട് ടെമ്പ് പോവും. ഇതാണ് 300ലോട്ട് ടെമ്പ് വന്നു. ഇനി ടെമ്പിൽ 300 ആണ് ഉള്ളത്, നല്ലല്ല, കണ്ടീഷൻ ട്രൂ. ഇനി വൈൽ ബ്ലോക്കിൻ്റെ അകത്ത് പോവും. ടെമ്പ് ഡേറ്റ ഈക്വൽ ടു സെർച്ചിങ് ഡേറ്റ ആണോ എന്ന് നോക്കും. ടെമ്പ് ഡേറ്റ 3 ആണ്, സെർച്ചിങ് ഡേറ്റ 3 ആണ്, കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇഫ് ബ്ലോക്കിലുള്ളത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഫ്ലാഗ് വാല്യൂ ഇപ്പോൾ 1 ആയിട്ട് മാറി. ഫ്ലാഗ് വാല്യൂ 1 ആയിട്ട് മാറി. എന്നിട്ട് എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ ഇഫ് സി ആണ്, സിയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ എലമെൻറ്റ് ഫൗണ്ടഡ് 3 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും സി വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇഫ് ബ്ലോക്ക് കഴിഞ്ഞു, അതിൻ്റെ പുറത്ത് വരുമ്പോൾ സി വാല്യൂ 1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം. സി വാല്യൂ ഇൻക്രീസ് ആയി ടെമ്പിനെ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് ടെമ്പ് നെക്സ്റ്റ് 400 ആണ്, 400ലോട്ട് ടെമ്പ് വന്നു. ഇനി വീണ്ടും ചെക്ക് ചെയ്യുന്നു, ടെമ്പ് ഡേറ്റയും യൂസർ എൻ്റർ ചെയ്ത ഡേറ്റയും മാച്ചിങ് ആണോ എന്ന്. മാച്ചിങ് അല്ല, അപ്പോൾ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല, സി വാല്യൂ ഇൻക്രീസ് ആവും. അപ്പോൾ സി വാല്യൂ 5 ആയി. ടെമ്പിനെ നെക്സ്റ്റിലോട്ട് മാറ്റി. നെക്സ്റ്റ് നള്ളാണ്, അപ്പോൾ ടെമ്പ് വാല്യൂ ഇപ്പോൾ കറൻ്റ്ലി നള്ളായി. ഇപ്പോൾ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും, വൈൽ ടെമ്പ് നോട്ട് ഈക്വൽ ടു നള്ളാണോ എന്ന്. ഇപ്പോൾ ടെമ്പ് ഈക്വൽ ടു നള്ളാണ്, അപ്പോൾ കണ്ടീഷൻ ഫോൾസ്. അപ്പോൾ ഈ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വരും. വൈൽ ലൂപ്പിൻ്റെ പുറത്ത് ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് 0 ആണെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണ്, സോ ഇത് പ്രിൻ്റ് ആവത്തില്ല. ഇങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. സപ്പോസ് യൂസർ സെർച്ച് ചെയ്ത എലമെൻറ്റ് 6 ആണെന്ന് വയ്ക്കാം. ഈ ഒരു ലിസ്റ്റിൽ 6 ഇല്ല. ഈ വൈൽ ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ആവുന്നത് വരെ ഈ ഫ്ലാഗിൻ്റെ വാല്യൂ ചേഞ്ച് ആവത്തില്ല. ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നിട്ട് ഫ്ലാഗ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. അപ്പോൾ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ആവും. ഇത്രയേ ഉള്ളൂ സെർച്ചിങ്ങിൻ്റെ ഇത്. ഇതിൻ്റെ കംപ്ലീറ്റ് കോഡ് ഗിറ്റപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് നോക്കിയിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് മാത്രം നോക്കാം. ഇതിൽ ആദ്യമേ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ലിസ്റ്റ് എം ടി എന്ന് വന്നു. ഇനി ഡെലീഷൻ നോക്കാം. ഡെലീഷൻ വേർ യു വാണ്ട് ടു ഡിലീറ്റ് ഇറ്റ് ഫ്രം ബിഗിനിങ് ലിസ്റ്റ് എം ടി എന്ന് വന്നു. ഇനി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. വേർ യു വാണ്ട് ടു ഇൻസേർട്ട് 1, എൻ്റർ ദ ഡേറ്റ 8, പിന്നെയും ഇൻസേർഷൻ ബിഗിനിങ് ഡേറ്റ 5. ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 5, 8 ആ ഒരു ഓർഡറിലാണ് എനിക്ക് വരേണ്ടത്. 5, 8 വന്നു. ഇനി എൻഡിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. എൻഡ് ഡേറ്റ 9. ഓക്കെ, ഇനി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 9 ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. 5, 8, 9. ഇനി ബിഗിനിങ്ങിൽ എനി പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം.
ഡേറ്റ 1 ഞാൻ തേർഡ് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 എനിക്ക് തേർഡ് പൊസിഷനിൽ വരണം. 5819 1 തേർഡ് പൊസിഷനിൽ വന്നു. ഇനി ഡിലീഷൻ നോക്കാം. ഡിലീഷൻ ബിഗിനിങ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ 819 ആണ് ഡിസ്പ്ലേയിൽ വരേണ്ടത്. 819. ഇനി ഡിലീഷൻ അറ്റ് എനി പൊസിഷൻ കൊടുക്കാം. ഞാൻ സെക്കൻഡ് പൊസിഷനാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 8 and 9 ആണ് ഔട്ട്പുട്ടിൽ വരേണ്ടത് വന്നു. ഇനി ഡിലീറ്റ് അറ്റ് എൻഡ് കൊടുക്കാം. എൻഡ് കൊടുക്കുമ്പോൾ എനിക്കിപ്പോൾ 8 മാത്രമാണ് വരേണ്ടത്. 8 വന്നു. ഇനി സെർച്ച് ചെയ്ത് നോക്കാം. എൻ്റർ ദ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ 8 എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 1. പിന്നെയും സെർച്ച് ചെയ്യാം 1 എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. ഇനി ഇൻസേർട്ട് ചെയ്യാം 1 എൻ്റർ ദ ഡേറ്റ 3. ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 3 8 എന്ന് വന്നു. ഇനി സെർച്ച് ചെയ്ത് നോക്കാം 8 എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 2 എന്ന് വന്നു. ഇത്രയേ ഉള്ളൂ ഡബ്ല്യു ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസ്. ഈ കോഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താങ്ക് യു.